നാമുമായി കണ്ടുമുട്ടിയ, നാമുമായി പരിചയപ്പെട്ട, നമ്മളുമായി രക്തബന്ധമുള്ള, നമ്മളുമായി വിവാഹബന്ധമുള്ള, നമ്മളുമായി അയൽപ്പക്ക ബന്ധമുള്ള, നമ്മളുമായി സംഘടനാ പ്രാസ്ഥാനിക ബന്ധമുള്ള ആരോടും ഒരു ഹൃദയബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യം. ആ സമ്പാദ്യത്തിന് കാലഹരണം ഇല്ല. ആ സമ്പാദ്യം എന്നും നമ്മുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തും. നമ്മൾ മരണപ്പെട്ടാലും ശേഷിക്കുന്ന തലമുറയിലും ആ ബന്ധത്തിൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഹൃദയബന്ധം നാം ബന്ധപ്പെടുന്ന ആളുകളുമായി സ്ഥാപിച്ചെടുക്കാൻ കഴിയുക, അതായിരുന്നു ലത്തീഫ് സഅദി ഉസ്താദിൻ്റെ വലിയ പ്രത്യേകത. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളോടെല്ലാം ഒരു ഹൃദയബന്ധം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. നമ്മളൊക്കെ അത് ഓർക്കണം. നമ്മുടെ മയ്യത്ത് പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഗുണങ്ങൾ പറയാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമ്പാദിച്ചു വെക്കണം. അത് ചെറുതും വലുതും ഒക്കെ അക്കൂട്ടത്തിൽ ഉണ്ടാകും. ആരാണ് ഇന്ന് മരണപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും നേരത്തെ ജുമഅക്ക് വന്ന് അൽക്കഫും സ്വലാത്തും ദിക്റും ദുആയൊക്കെ കൂടി അവസാനം പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന അയാളില്ലേ, അദ്ദേഹമാണ് ആ മരണപ്പെട്ടത്. അത് കേൾക്കുമ്പോൾ അള്ളാഹുവിനും റസൂലിനും മലക്കുകൾക്കും അതിൻ്റെ ഒരു സന്തോഷം എത്രയാണ്. അങ്ങനെയുള്ള നന്മ പറയിപ്പിക്കാൻ ജീവിതത്തിൽ സാധിക്കണം. ആരാണ് ആ മരണപ്പെട്ട ആള്? അത് നമ്മുടെ പള്ളിയിൽ സുബഹി ജമാഅത്തിന് കൃത്യമായി ഉണ്ടാകുന്ന ആളാണ്. അയാളില്ലാത്ത ഒരു സുബഹി നിസ്കാരം നമ്മുടെ മഹല്ലത്തിൽ നടക്കാറില്ല. അയാൾ വീട്ടിലുണ്ടോ നാട്ടിലുണ്ടോ, ഇവിടെ ജമാഅത്തിന് സുബഹിക്കുണ്ടാകും. അങ്ങനത്തെ ആളാണ് ആ മരണപ്പെട്ടത്. അത് കേൾക്കുമ്പോൾ എന്തൊരാനന്ദമാണ് മലക്കുകൾക്കും അള്ളാഹുവിനും റസൂലിനും. അത് പറയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ആരാണ് ആ മരണപ്പെട്ട ആള്? അദ്ദേഹം ഒരുപാട് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പിയ ആളാണ്. ഒട്ടേറെ ആളുകൾക്ക് സാന്ത്വനത്തിൻ്റെ തലോടൽ നൽകിയിരിക്കുന്ന ആളാണ്. അങ്ങനെ നമ്മുടെ ജീവിതം നമുക്ക് അത്തരം നന്മകളെ കൊണ്ട് സമ്പന്നമാക്കാൻ സാധിക്കണം. അതാണ് ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് സമ്പന്നമാണ് സഅദി ഉസ്താദിൻ്റെ ജീവിതം. അദ്ദേഹം വഫാത്തായി 4 വർഷം പിന്നിടുമ്പോൾ എത്രയോ അവസരങ്ങളിൽ നമ്മുടെ പ്രവർത്തകർ പങ്കുവെക്കും. കണ്ണൂർ എയർപോർട്ടിൽ ഈ വർഷവും ഹാജിമാരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ സഅദി ഇല്ലാതെ പോയി, സഅദി ഉസ്താദ് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറയാത്തവരില്ല. നമ്മുടെ പ്രസ്ഥാന കുടുംബത്തിനൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹം നേതൃത്വം നൽകി ഹാജിമാർക്കുള്ള സൽക്കാരം, സ്വീകരണം, വരവേൽപ്പ്, യാത്രയയപ്പ് അത് കണ്ണൂർ എയർപോർട്ടിൽ ഒരു ചരിത്രമാക്കാൻ അദ്ദേഹം മുൻപന്തിയിൽ നയിച്ചു. ഇപ്പോഴും അദ്ദേഹത്തെ എല്ലാവരും ആ ഹജ്ജ് സമയം വരുമ്പോൾ ഓർക്കുകയാണ്, അനുസ്മരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാഗത്തൊക്കെയുള്ള പ്രവർത്തകർക്ക് പ്രാസ്ഥാനികമായി ഒരു ആവശ്യം നേരിട്ടു, ഒരു പോലീസ് സ്റ്റേഷനിൽ പോകണം, അതല്ലെങ്കിൽ ഒരു ഓഫീഷ്യലായി നമുക്കൊരു കാര്യം നേടിയെടുക്കണം. ഇപ്പോഴും ആളുകൾ ഓർമ്മിക്കും, സഅദി ഉസ്താദ് ഇല്ലാതെ പോയി, ഇല്ലെങ്കിൽ അദ്ദേഹത്തോട് അറിയിച്ചാൽ മതിയായിരുന്നു. നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിന് ഓരോ പാർട്ടിയുടെയും മുഴുവൻ നേതാക്കളും മണ്ഡലത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ നേതാക്കൾ പലരും, ഇവിടുത്തെ പ്രമുഖർ, അവരൊക്കെ നിലമ്പൂരിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ സമീപിച്ച് സംസാരിക്കുമ്പോൾ സഅദി ഉസ്താദിനെ അനുസ്മരിക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവും കാണൂല.